ഹലോ ഗൈസ്, ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റിയില്ല. നമ്മളെ വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത പടമാണ്, റിട്ടൺ ബൈ ദീപു പ്രദീപ്. നമ്മളെ ജയ 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 ഒക്കെ ചെയ്ത് തന്നെ വിപിൻ ദാസ് ആയിരുന്നു ഡയറക്ടറും. ദീപു പ്രദീപ് ആണ് ഈ കുഞ്ഞിരാമായണമൊക്കെ എഴുതിയത്. ദീപു പ്രദീപാണ്. അപ്പോൾ ഈ പടം ഓൾമോസ്റ്റ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും ഫുൾ എൻ്റർടൈൻമെൻ്റാണ്. ഈച്ച് ആൻഡ് എവരി ആൾക്കാരും എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എടുത്തു പറയാനുള്ള ഒരുപാട് പേരുണ്ട്. പൃഥ്വിരാജൊക്കെ ഞാൻ വിചാരിച്ച ട്രെയിലറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പൃഥ്വിരാജുള്ളപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഓവറായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിട്ടാണ് പൃഥ്വിരാജ് ഓരോന്നും കാണിച്ചു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ എന്തുമാത്രം വൈബ്രൻ്റ് ആക്ടറാണ് ഈ ബേസിൽ ജോസഫ്. ഒരു നമ്മളെ വരുന്നാളുകളിലെ ജനപ്രിയ നടൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു ബേസിൽ ജോസഫ്. അതുപോലെ തന്നെ ഒരുപാട് സിജു സണ്ണി, നമ്മളെ സാഫ് ബോയ്, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള വേറൊരു ആക്ടർ ഇവിടെ ഉണ്ട്, ജോമോൻ. നമ്മളെ രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്ന ജോമോൻ. പിന്നെ നമ്മുടെ നടിമാർ വെച്ചാണെങ്കിൽ ഒരു അനശ്വര, പിന്നെ നിഖില എല്ലാ പടത്തിലെയും പോലെ തന്നെ കൂടുതലും പടത്തിൽ ഉള്ള പോലെ തന്നെ എക്സ്പ്രഷനും വെച്ച് ഇങ്ങനെ മൗനം, ആ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ കൊള്ളാം. ഇതിലും നല്ല അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നൊരു റോള് തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിലും. ഇതിലും ഏതാണ് പേരലൂരിൻ്റെയൊക്കെ ഒരു സംഭവം, അതുപോലത്തെ ഒരു സാധനമൊക്കെയാണ് നിഖില ഇതിലും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം കൊള്ളാം. പിന്നെ ജഗദീഷ് ആണെങ്കിലും ബൈജു, ഇവരൊക്കെ നല്ലതായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ചിരിയുടെ പൂരം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെയോ ഫുള്ള് ചിരി സമ്മാനിച്ചൊരു പടമായിരുന്നു. ട്രെയിലറുടെ ഇപ്പം ഇത്തിരി ഓവറായിരിക്കും. എന്താണ് ഇവരിപ്പം ഒരു ചെറിയൊരു ഹൈപ്പ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചത് എന്തോ ആവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി തന്നെയാണ്. അതുപോലെ തന്നെ ഈ മ്യൂസിക് ബി ജി എം കറക്റ്റ് സ്ഥലത്ത് ഓരോ അതിന് വേണ്ടപ്പെട്ട കറക്റ്റായിട്ടുള്ള ബി ജി എമാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. ബി ജി എം ചെയ്തിട്ടുള്ള അങ്കിത് മേനോനാണ്. പിന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ അസോസിയേറ്റ് ചെയ്യുന്നത് തന്നെ നല്ലൊരു സാധനം ആയതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പടം എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള പടമാണ്. ആ ഒരു അത്രയ്ക്കും നല്ലൊരു പടമാണ്. തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്തുവാണ്, ഒരു പ്രാവശ്യം അത്രയല്ല, റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടവും കൂടെയാണ്. വീണ്ടും കാണാനായിട്ട് നമുക്ക് തോന്നും. ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവരവരെ റോള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഒരു സംഭവമാണ്, അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവമാണ്. അളിയനും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സംഭവമാണ്. ഫസ്റ്റ് ഹാഫിൽ അളിയനും നല്ലതായിരിക്കും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ അളിയനും തെറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമുക്കിത് ഒരു സസ്പെൻസ് കൂടെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം നടക്കൂ ഇല്ലേ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ കല്യാണം മുടക്കാനായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ ഇത് നടക്കൂല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇതിൽ പിടിച്ചിരുത്താം സിനിമ കാണാനായിട്ട്. അതുപോലെ തന്നെ യോഗി ബാബു നല്ലൊരു റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. യോഗി ബാബുവും അവിടെ നിന്ന് ഇങ്ങ് വന്ന് നല്ല റോള് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പുള്ളിക്കാരൻ നല്ല റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിയും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് ഇതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. വേറെ വലുതായിട്ടൊന്നുമില്ല, ഒരു പാട്ട് പാടാനായിട്ട് ഒരു കച്ചേരി നടത്തുന്ന ഒരാളായിട്ടാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അജു വർഗീസ് പാടിയ പാട്ട് വൈറലായിട്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു പൃഥ്വിരാജ് ഫൈറ്റുണ്ട്. ആ ഫൈറ്റിൻ്റെ സമയത്തും ഒക്കെ ഈ പാട്ട് സ്പീഡിൽ വരും. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേൾക്കാനും സംഭവങ്ങളും. ഈ ഒരു ലാസ്റ്റ് സമയത്താണ് ഈ കല്യാണം നടക്കൂല്ല എന്നുള്ള ആ ഒരു സംഭവത്തിൽ
ഒരു സംഭവമുണ്ട്. ഒരു ഇഴച്ചലല്ല, ഒരു ഒരു എന്താണ്, ഒരു സസ്പെൻസ് പോലെ എന്താവും എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പം അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വേറെ സിനിമകളുടെ ഒരു ചെറിയ ചെറിയ റെഫറൻസുകൾ ഇതിലുണ്ട്. അത് പടം കണ്ടവർക്ക് കലയിൽ കാണും. അങ്ങനെ ഒന്ന് രണ്ട് പടത്തിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് നല്ലൊരു സംഭവമാണ് അതിലും വന്നിട്ടുള്ളത്. നമ്മളാ നന്ദനത്തിലൊക്കെ പോലെ ആ ഒരു സിനിമയിലെ പോലുള്ള ഒരു സംഭവമുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം അങ്ങ് പോവും. നന്ദനുമായിട്ട് ലാസ്റ്റ് ഗുരുവായൂർ വെച്ചിട്ടാണ് ഒരു ക്ലൈമാക്സും ട്വിസ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു സാധനം ഇതിലും ഉണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തൊരു തിയേറ്റർ തന്നെ പോയി കാണുക. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എന്തായാലും നമ്മൾ കൊടുത്ത പൈസ എന്തായാലും, പടം കാണാൻ കൊടുത്ത പൈസ എന്തായാലും പോകത്തില്ല. നല്ല എൻ്റർടൈൻമെൻറ്റ് തന്നെ തരും. അപ്പം എല്ലാവരും കാണുക. ഓക്കെ.